ഹായ്, മാർച്ച് ഇൻടേക്കിലേക്ക് ജർമ്മനിയിൽ ഹോസ്പിറ്റലിങ്ങിന് പോകാൻ നിൽക്കുന്ന പവിത്രയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. പവിത്രയെ വെൽക്കം ചെയ്യും. ഹായ്. ഹലോ. ഇപ്പോൾ +2 കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഡ്രീം ആയിരുന്നോ ജർമ്മനി എന്നുള്ളത്? +2 കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്കിങ്ങനെ നഴ്സിംഗ് ഫീൽഡിൽ നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനി നല്ലൊരു ഓപ്ഷനായി തോന്നി. അപ്പോൾ അത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, എബ്രോഡ് പോകണമെന്ന്. ഓക്കെ, എന്താണ് ഈ നാട്ടിൽ നേഴ്സിംഗ് ചൂസ് ചെയ്യാണ്ട് പുറത്ത് നേഴ്സിംഗ് ചൂസ് ചെയ്തത്? അല്ല, എൻ്റെ ഒരു പ്ലാനിൽ നാട്ടിൽ പഠിച്ചിട്ട് പോകാൻ തന്നെയായിരുന്നു. പക്ഷേ ജർമ്മനി കുറേ ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്? എനിക്ക് +2 കഴിഞ്ഞിട്ട് എബ്രോഡ് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എബ്രോഡ് പോയി പഠിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ജർമ്മനി എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഓപ്ഷനാണെന്ന് തോന്നിയല്ലേ? ജർമ്മനി എന്നുള്ളൊരു ഡ്രീം ഇപ്പോൾ റിയാലിറ്റി ആകാൻ പോകുന്നത്. ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല സന്തോഷമുണ്ട്. പ്രോസസ്സിംഗ് ഒക്കെ നല്ല രീതിയിൽ ഞാൻ പോയിരുന്നത്. സ്മൂത്തായിട്ട് തന്നെയായിരുന്നു, കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എത്താൻ വെച്ചിട്ട് തന്നെ ഭയങ്കര സന്തോഷം. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സിങ്ങിനായിട്ട് വന്നിട്ട് എത്ര സമയം എടുത്തു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്? എനിക്ക് ഏകദേശം ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അതെ. അപ്പോൾ എങ്ങനെ സ്കൈവോക്കിന് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയായിരുന്നു പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് സെറ്റ് ആവാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇത് ചെയ്തത്. അപ്പോൾ അവൾ വഴിയാണ് ഞാനിത് അറിഞ്ഞത്. ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോൾ ഏത് ലെവൽ വരെ എത്തി? ഞാൻ B2 ലെവൽ വരെ. ഫുൾ മൊഡ്യൂൾ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ എത്രാമത്തെ ഇന്റർവ്യൂലാണ് കിട്ടിയത്? എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ കിട്ടിയായിരുന്നു. അപ്പോൾ 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് എളുപ്പമായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ എല്ലാം വളരെ ഈസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും വന്നല്ലേ? അതെ. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ പവിത്രയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ജർമ്മൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, പ്രിപ്പറേഷനൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ എളുപ്പമായിട്ട് പാസ്സാകാൻ പറ്റി. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ സ്മൂത്തായിട്ട് തന്നെ പോകും. നമ്മുടെ B2 എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർവ്യൂ കിട്ടി വേഗം തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാവും. ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ എക്സൈറ്റഡും സെയിം ടൈം പേടിയും തോന്നാറുണ്ട്. പവിത്ര എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്? എനിക്ക് ഈ ഒരു പ്രോസസ്സിങ് എത്താന്ന് പറയുന്നത് തന്നെ കുറേ നാളത്തെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പെട്ടെന്ന് പോകുന്നതിനുള്ള ഇതുണ്ട്. അപ്പോൾ ഈ ഡ്രീമിലേക്ക് എത്തിയതിന് തന്നെ ഭയങ്കര സന്തോഷം, പ്രൗഡാണ്. ഓക്കെ, ഹോസ്പിറ്റലിംഗ് ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചിലപ്പോൾ നമ്മൾ പ്രോസസ്സിങ് ലാഗായിട്ട് വന്നേക്കാം. പക്ഷേ നമ്മൾ കീപ്പ് വർക്കിംഗ്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ എന്തായാലും നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റും വൺ ഡേ. അപ്പോൾ മാർച്ച് ഇൻടേക്കിലേക്ക് ഫ്ലൈ ചെയ്യാനിരിക്കുകയാണ് ജർമ്മനിലേക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.